ഇനിയാണ് എലിഫന്റ് ഇൻ ദ റൂം BaaS ബാറ്ററി ആസ് എ സർവീസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഫിനാൻസിങ് സ്കീമാണത്. 3.5 രൂപ എന്ന് പറയുന്നത് പെർ കിലോമീറ്റർ. ഇത്രയും കോംപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വിത്ത് ബാറ്ററി പ്രൈസ് നമുക്ക് വണ്ടി കിട്ടും. ലോൺ അടച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ബാറ്ററി ഊരിക്കൊണ്ട് പോകും. അങ്ങനെയല്ല. വിൻസർ കാസിൽ, ഇംഗ്ലണ്ടിലെ വിൻസറിലെ റോയൽ വസതിയാണത്. അപ്പോൾ അവരുടെ ആ ഒരു പേര് MG മോട്ടോഴ്സ് തങ്ങളുടെ പുതിയ വണ്ടിക്ക് കൊടുത്തുക. അതാണ് MG വിൻസർ. ഇന്ത്യയിൽ 6ാമത്തെ വണ്ടിയാണ് MG വിൻസർ. 1973 ലോക വിപണിയിലുള്ള MG, അതായത് മോറിസ് ഗാരേജ്, ഇന്ത്യയിൽ വന്നിട്ട് 5 വർഷമായി. അപ്പോൾ ഈ ഒരു വർഷത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജികളും പുതിയ കാര്യങ്ങളുമായിട്ട് ഒരു ഇലക്ട്രിക് കാറുമായിട്ട് വീണ്ടും വന്നേക്കാണെന്ന് MG കുറിച്ച് പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വിൻസറിൻ്റെ കുറേയധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ്ട് ബാസ്, അതായത് ബാറ്ററി ആസ് സർവീസ് എന്നുള്ള ആ ഒരു കാര്യവും, കൂടാതെ ഇതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും, ഇതിൻ്റെ ഡിസൈനും, ഇപ്പോൾ ഫിയറ്റ് മൾട്ടിപ്പിൾ പോലുള്ള ഒരു ചെറിയൊരു കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനും, അതിൻ്റെ ആ ഒരു വലിപ്പവും എല്ലാം നമുക്ക് സംസാരിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്കുള്ള സാധനം നമുക്കിന്ന് വിൻസറിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. കുറച്ചധികം കാര്യങ്ങൾ പറയാണ്ട്. ആ കാര്യങ്ങൾ പറയണം, വണ്ടി ചുറ്റിനടന്ന് കാണിക്കണം, വണ്ടി ഓടിക്കണം. അതാണ് അന്നത്തെ കാര്യം. അപ്പോൾ വരൂ, നമുക്ക് എന്തായാലും വിൻസറുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ, വിൻസറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. MG മോട്ടോഴ്സിൻ്റെ വിൻസർ EV ആണത്. ഈ വിൻസർ EV എന്ന് പറയുമ്പോൾ ശരിക്കും ഇവരുടെ 3ാമത്തെ EV ആണത്. ആദ്യം ZS EV, പിന്നെ കോമറ്റ്, ഇപ്പോൾ വിൻസർ. ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് 9.99 ലക്ഷം രൂപയ്ക്ക് വണ്ടി ലോഞ്ച് ചെയ്ത് കാണും, ബേസ് മോഡൽ. അതിൻ്റെ കാര്യങ്ങൾ വേണ്ടി ഓടിക്കും പറയാം, കുറച്ചധികം കാര്യങ്ങൾ പറയാണ്ട്. അപ്പോൾ LED ആണ് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ. ഇപ്പോൾ DRL മുകളിൽ കാണാമെന്ന് പറയുമ്പോൾ DRL ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. നല്ല ഭംഗിയുള്ള ആ ഒരു DRL ആണെന്ന് പറയാം. ക്രോം എലമെൻറ്റുകളുണ്ട്. ക്രോം എലമെൻറ്റുകളുടെ മുകളിൽ ഒരു ഇത്തിരി ക്വാളിറ്റിയുടെ കുറവ് നമുക്ക് തോന്നിയെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പിന്നെ താഴെ നോക്കിയേ, താഴെ ആ ഒരു ക്രോമിൻ്റെ ഇൻസെർട്ടുകൾ 2 വശത്തും കൊടുത്തുണ്ട്, ചെറിയ ചെറിയ കുത്തുകൾ പോലെ. അത് നടുക്ക് സട്ടിലായിട്ട് മോറിസ് ഗാരേജ് ലോഗോ ഉണ്ട്. ലൈറ്റ് കണ്ടോ? ലൈറ്റ് ബമ്പറിലാണ്. ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ താഴെ ആ ഒരു ക്രോം പീസ് കൊടുത്തത് എന്തിനാണ്? പിന്നിലെ വണ്ടിയുടെ ആ ഒരു കണ്ണാടിയിൽ മിറർ നോക്കാൻ വേണ്ടിയിട്ടാണോ? ആണ്. അപ്പോൾ ഒരു ലൈറ്റ് കണ്ടില്ലേ? ഇൻഡിക്കേറ്റർ മുകളിലാണ്. താഴെയുള്ളത് ഫോഗ് ലാമ്പാണ് കേട്ടോ. ആ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് LED ആണെന്ന് കാണാം. MG എന്നുള്ളത് പോരായിട്ടായിരിക്കണം മോറിസ് ഗാരേജ് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് വലുതായിട്ട്. താഴെ ക്യാമറയുണ്ട്. തൊട്ട് താഴെ ആ ഒരു ഹാൻഡികോം പാറ്റേണിൽ ഡയമണ്ട് പോലെ കൊടുത്ത ആ ഒരു ഇൻസേർട്ടുകൾ കാണില്ലേ? അതിനുള്ളിൽ കാണുന്നതെന്ന് പറയുന്നത് ആ ഒരു AC കണ്ടൻസറാണ്. പിന്നെ താഴെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. EV ആണല്ലോ, ആ ഒരു ഫ്ലാപ്പ് ഉണ്ട്. എയറോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഇവിടെ ആ ഒരു കുളത്ത് ഓപ്പൺ ആകുന്ന, അതായത് ടോ ഹുക്ക് ഓപ്പൺ ആകുന്ന ഒരു പീസ് കാണാം. പിന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ചെറിയ ഇൻസേർട്ടുകൾ. ഈ ഇൻസേർട്ടുകളൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട്, കൗതുകമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എന്താണ് ബോണറ്റിനകത്ത്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ കുഞ്ഞ് ബോണറ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ വൈപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടാങ്കുകൾ, കൂടാതെ കൂളൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഓറഞ്ച് കേബിൾ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് കേബിളാണ്. അതിനുള്ള ഒരു ബ്രേക്കിൻ്റെ ഇലക്ട്രിക് ആയിട്ടുള്ള ബ്രേക്ക് ബൂസ്റ്റ് കാണാം. പിന്നെ ABSൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ശരിക്കും നമുക്ക് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നത് 12 വോൾട്ട് ബാറ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കാണാം. ഇത് ആ ഒരു വൈപ്പർ വാഷർ ഫ്ലൂയിഡാണ്. ഉള്ളു കണ്ടോ? ABSൻ്റെ ഉണ്ടല്ലേ? ABSൻ്റെ ഉണ്ടാണ് കാണുന്നത്. ഇത് ബാറ്ററി 12 വോൾട്ട്. ഇത് എൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഡ്രൈവ് ട്രെയിനിൻ്റെ ആ ഒരു കണക്ഷനും ഹൈ വോൾട്ടേജ് വയറുകളാണ്. അപ്പോൾ നിങ്ങളൊരു മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഈ ബോണ്ട് പൊക്കി നോക്കിയാൽ മതി, എല്ലാം കാണാം. അതല്ലെങ്കിൽ വൈപ്പറിലെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പൊക്കാന്നുള്ളതാണ്. വൈപ്പറുകൾ എയറോഡൈനാമിക്സ് ആട്ടോ. ആ ഒരു വലിയ ഗ്ലാസ് ഏരിയ കാണാം. ഗ്ലാസിൻ്റെ മുകളിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്. വൈപ്പറും അല്ലെങ്കിൽ ഹെഡ്ലാമ്പൊക്കെ ഓട്ടോമാറ്റിക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഒരിത്തിരി ആ ഒരു സ്ലോപ്പ് ചെയ്തിട്ടുള്ള റൂഫ് ലൈൻ കാണാം. റൂഫ് ലൈൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു വലിയ ഗ്ലാസ് റൂഫ് ഉണ്ട്. സൺ റൂഫ് അല്ല, ഗ്ലാസ് റൂഫാണ്. ഗ്ലാസ് റൂഫ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കവർ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കൊടുത്ത ഈ റൂഫ് റെയിൽസിൻ്റെ മുകളിലുണ്ടായ എലമെൻറ്റുകളുടെ ഒരു ഭയങ്കര ബഹളം വേണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ വിൻഡോയുടെ ബോർഡർ ലൈനായിട്ട് കൊടുത്തുള്ള ക്രോം കാണാം. പിന്നെ മിററിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു LED ഇൻസേർട്ടും ക്രോമൊക്കെ കാണാം. 360 ക്യാമറ ഉള്ള മോഡലാണ്, ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ കാര്യമായിട്ടുള്ള അഴകളവുകളുടെ ഒരു കാര്യമൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ കട്ടിങ് ക്രീസിങ് ഒന്നും സൈഡിലില്ല. പ്ലെയിനാണ്, നീറ്റാണ് എന്നുള്ളതാണ്. ആ ഒരു വീൽ കണ്ടോ? എയറോഡൈനാമിക്സിലുള്ള ആ ഒരു വീൽ ഡിസൈൻ കൊള്ളാം. പിന്നെ താഴെ കൊടുത്ത സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം എന്ന പോലെ തോന്നുന്ന ക്രോം എലമെൻറ്റുകൾ നല്ലതാണ് ഫ്രണ്ടിൽ. അതുപോലെ വശങ്ങളിലും ഉണ്ടാവുന്ന എലമെൻറ്റുകൾ. ഇതൊക്കെ ബേസ് മോഡലിന് ആക്സറീസ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോറിസ് ഗാരേജിന് എഴുതിയിട്ടുള്ള ആ ഒരു ക്ലാഡിങ് കാണാം. ഇതൊക്കെ ശരിക്കും ഒരു പ്രൊട്ടക്ടറായിട്ട് കാണാവുന്ന കാര്യമാണ്. അതിനുമുണ്ട് ആ ഒരു ഇൻസേർട്ടുകൾ, മെറ്റൽ ഇൻസേർട്ടുകളാണ്. ഈ ഒരു വണ്ടിയുടെ മുന്നിലും അതുപോലെ തന്നെ പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുള്ള ഒരു മോഡലാണിത്. അപ്പോൾ സേഫ്റ്റി കാര്യത്തിൽ MG നല്ല ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
18 വീലാണ്, 215 65 618 ആ ഒരു ഉള്ളിലത്തെ ക്ലാഡിംഗ് എല്ലാം കൊള്ളാം. പിന്നെ അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. AC/DC ചാർജിങ് ബോർഡ് കാണാം. ഇത് ഫെൻഡറിലാണേ. ഈ MG വിൻസറിൻ്റെ പിന്നിലെ ലൈറ്റും കണക്റ്റഡാണ്. ആ ഒരു കണക്ട് ലൈറ്റിൻ്റെ ആനിമേഷൻ നമ്മൾ ലോക്ക് ചെയ്താൽ എന്താവും നോക്കാമല്ലോ. ആ ഒരു ലോക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു ഏത് ഡോർ ഓപ്പണാണ്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം കൊള്ളാം. ആ താഴെ കൊടുത്ത ക്രിസ്റ്റൽ പോലുള്ള ഭാഗം കൊള്ളാം, കണക്ഷൻ കൊള്ളാം, വിൻസർ എന്നുള്ള വലിയ ലെറ്ററിങ് കൊള്ളാം. പിന്നെ ഇതിന് MG എന്ന ലോഗോ ഉണ്ട്. മുകളിലത്തെ വിൻഡോ ബോർഡർ ലൈന് ഒരു ഇത്തിരി ക്വാളിറ്റി കുറവ് തോന്നിച്ചു. ഒരു പീലിംഗ് എഫക്റ്റ് ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു കണക്ഷൻ്റെ ഒരു പ്രശ്നം ഒരു വൃത്തിയായിട്ട് തോന്നി. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യമാണ്. കൂടാതെ ഡീഫോഗറേ ഉള്ളൂ, പിന്നിൽ വൈപ്പറില്ല. എന്തുകൊണ്ടോ വൈപ്പർ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി വൈപ്പർ ഇവിടെ കാണുമെന്ന്. ഇവിടെ അവിടെ വൈപ്പറൊന്നുമില്ല കേട്ടോ. പിന്നിലെ സ്പോയിലറിൽ ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അവിടെ ഒരു ആൻറ്റിന പോലെ കൊടുത്ത് കാണാറുണ്ട്. LED ആ ഒരു ലൈറ്റ് കൊള്ളാം. ആ ഒരു തൊപ്പി പോലെ കൊടുത്ത ഈ ഒരു കണക്ഷനൊക്കെ നല്ലതാണ്. ഈ ഗ്ലാസ് കൊള്ളാം. അപ്പോൾ മൊത്തത്തിലൊരു ഫ്ലോട്ടിംഗ് എന്നുള്ള ഒരു ഫീല് ഈ വണ്ടിക്ക് മൊത്തം ഉണ്ട് എന്നുള്ളത് പറയാം. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. കാരണം ഒരു ഇത്തിരി ഡിസൈൻ എലമെൻറ്റുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചാൽ എനിക്ക് വശമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മുന്നൊക്കെ ഇത്തിരി ഒരു റാഡിക്കലാണ് എന്നുള്ളതാണ്. ഡിക്കി പോലെ തോന്നിക്കാനുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയോ? മുന്നിലെ പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. ഇനി ഇവിടെ താഴെ നോക്കിയേ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു അവസ്ഥ. ആ താഴെ കാണുന്ന ലൈറ്റ് റിവേഴ്സ് ലൈറ്റാണേ. അതും ആ ഒരു താഴെ നടുവിലായിട്ട് കൊടുത്തു കൊള്ളാം. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം. പിന്നിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. കൂടാതെ റിവേഴ്സ് ക്യാമറ കൂടെ കാണാം. അധികം വണ്ടികൾ കാണാത്ത ഒരു കൗതുകമാണ് ഈ റൂഫ് റെയിൽസിൻ്റെ ഈ ഡിസൈൻ. ഈ ഡിസൈൻ ഉണ്ടോ? ആ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത്തിരി ഉയരം വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് സ്ലോപ്പായിട്ടാണ്. കോഷൻ ഡു നോട്ട് അപ്പ് പ്ലേ ലോഡ്. അപ്പോൾ ലോഡ് വരാൻ പറ്റില്ല. ഈ വണ്ടി കണ്ട ഒരു കുഞ്ഞാപ്പീക്കിരി പോലെ തോന്നുമെങ്കിലും തീർത്തും ഇഷ്ടംപോലെ സ്പേസിലൊരു വണ്ടിയാണ് വിൻസർ. ആ വിൻസറിൻ്റെ ബൂട്ട് അങ്ങ് തുറക്കുമ്പോഴേ ബൂട്ട് താഴെ തുറക്കുക, പവേർഡല്ല, നമ്മൾ പൊക്കണം. അങ്ങനെ പൊക്കി കഴിയുമ്പോൾ 604 ലിറ്ററാണ് ഈ ഒരു വലിയ ബൂട്ടെന്ന് കാണാം. അത്യാവശ്യം എല്ലാ ലഗേജും വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 60-40 സ്പ്ലിറ്റാണ് ആ ഒരു സീറ്റുകൾ. 3 ഹെഡ് റെസ്റ്റുകൾ, 3 സീറ്റ് ബെൽറ്റ്, എല്ലാ സേഫ്റ്റി കാര്യങ്ങളും ഉണ്ട്. ഇനി ഈ ഒരു പാഡ് പൊക്കി നോക്കിയാൽ താഴെ ആ ഒരു സബ് വൂഫറും കാര്യങ്ങളും കാണുള്ളൂ. സ്പെയർവില്ല. മാത്രമല്ല ചാർജിങ് കേബിൾ അവിടെ കാണാം. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ. ഈ 600 ലിറ്ററിന് പുറമെ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു സ്പേസ് നമുക്ക് യൂസബിൾ ആണ് എന്നുള്ള ഗുണം തന്നെയാണ്. ഈ ഒരു തട്ട് നമുക്ക് പൊക്കി വെക്കാനും പറ്റും. 4.5 തട്ട് പൊങ്ങി തന്നെ ഇരിക്കും. എനിക്ക് ഡോർ പാഡിൻ്റെ ഡുവൽ ടോൺ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന സംഗതി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കാണുന്ന LED ലൈറ്റാണ് നമ്പർ പ്ലേറ്റിനുള്ളതെന്നുള്ളത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡോർ ഹാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ള സംഗതി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പോർഷനിലാണ് ആ ഒരു ലൈറ്റ് എന്നുള്ളതുകൊണ്ട് MG ഹെക്ടറിൻ്റെ പോലെ താഴെ സെപ്പറേറ്റ് ലൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ യൂറോപ്പിലൊക്കെ ആ ഒരു തുറക്കാൻ പറ്റുന്ന ആ ഒരു ഡിക്കിയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഡോറിലൊക്കെയാണ് ലൈറ്റ് എങ്കിൽ താഴെ എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടി കൊടുക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ വണ്ടിയുടെ അടിഭാഗം ഒന്നുകൂടി കാണിക്കാം, വെറുതെ ചുമ്മാ കാണിക്കുന്നുള്ളൂ. 2700 mm എന്നുള്ള വലിയ വീൽ ബേസ് ആണ് MG വിൻസറിന്. ഈ വീൽ ബേസ് എന്ന് പറയുമ്പോൾ 2 ടയറുകളുടെ ഇടയിലുള്ള ആ ഒരു ലെങ്ത്തിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അണ്ടർ 4 മീറ്റർ അല്ല, ഉറപ്പാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ട്. ഈ സൈഡ് പ്രൊഫൈൽ അല്ലേ, നീറ്റാണ് ആ ഒരു ഗ്ലാസ്സുകളെല്ലാം കൂടി ചേരുമ്പോൾ. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ ഒന്ന് അൺലോക്ക് ചെയ്ത് തുറക്കാം. അൺലോക്ക് ചെയ്ത് തുറക്കാൻ പറയുമ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. ഓക്കെ, നമ്മൾ XUV 700 കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പല വണ്ടികളും കണ്ടിട്ടുണ്ട്. ഒരു പുതുമയായിട്ട് പറയണ്ട. പക്ഷേ ഇവിടെ ഈ ഒരു ഡോർ ഹാൻഡിനകത്ത് കീ ഹോൾ ഉണ്ടോ? ഇനി ഈ ഒരു ബാക്ക് സീറ്റിലേക്ക് കയറാനായിട്ട് തുറന്നു കഴിയുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. ശരിക്കും ഈസി ടു എൻട്രി, ഈസി ടു എക്സിറ്റ് ആണ്. വലിയ ഉയരം തോന്നില്ല. ഡോർ പാഡിൽ നമുക്ക് ആ ഒരു ബ്രോൺസ് കളറിലാണ് ഹാൻഡിലുകളൊക്കെ. ഈ ഹാൻഡിലും ഈ ഒരു ഓപ്പണിംഗ് ലിവറും ഈ ഒരു സ്പീക്കർ സിസ്റ്റം, ഇൻഫിനിറ്റി സ്പീക്കർ സിസ്റ്റമാണത്. ഈ ഒരു പവർ വിൻഡോയുടെ സറൗണ്ടിങ് എല്ലാം ആ ഒരു ബ്രോൺസ് ആണ്. ചെറിയ ബോട്ടിൽ ഹോൾഡറാണ് തോന്നും, പക്ഷേ 1 ലിറ്റർ സ്ക്യൂസ് ചെയ്ത് കയറ്റാം. ഇവിടെ ആ ഒരു നടുവിലായിട്ടേ ട്രാൻസ്മിഷൻ ടണലോ അല്ലെങ്കിൽ ഹമ്പോ ഒന്നുമില്ല. അതുകൊണ്ട് 5 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. സർപ്രൈസിംഗ്ലി വെരി റൂമി ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വിൻസർ എന്നുള്ളത്. സീറ്റ് സോഫ പോലെയാണ് എന്ന് പറയാം. റിക്ലൈൻ ചെയ്യാം. കൂടാതെ ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം സോഫ പോലെയാണ്. പക്ഷേ ഒരു ഇത്തിരി ചീപ്പായിട്ടുള്ള സോഫ പോലെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴേ പിന്നിൽ കുത്തുന്ന ഒരു ഫീൽ തോന്നി. ആ ഒരു ക്വാളിറ്റി ഒരു ഇത്തിരി ആഫ്റ്റർ മാർക്കറ്റായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ നന്നാക്കാറുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നുള്ള വലിയ ഗുണമാണ്. അപ്പോൾ റിക്ലൈൻ ചോദിക്കുക, ഈ ഒരു റിക്ലൈൻ ആംഗിളിൽ നമുക്ക് ചാരി ഇരുന്ന് യാത്ര ചെയ്യാം കേട്ടോ. ആംറസ്റ്റിൽ ആ ഒരു കപ്പ് ഹോൾഡർ എല്ലാം കാണാം. ഇതാണ് ആ ഒരു സീറ്റിൻ്റെ ആംഗിൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഒന്നുകൂടി ഒന്ന് റിക്ലൈൻ ചെയ്യാം. MG മോട്ടോഴ്സിൻ്റെ ഇന്ത്യയിലുള്ള വണ്ടികളിലെ ഏറ്റവും മികച്ച സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ് എന്ന് തന്നെ പറയാം. ഞാൻ അപ്പോഴും മെറ്റീരിയലിനെ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. നന്നായിട്ട് റിക്ലൈൻ ചെയ്യാം, ചാരിരിക്കാം, ഹെഡ് റെസ്റ്റ് കൊള്ളാം, ആംറസ്റ്റ് ഉണ്ട്, ആ ഒരു റൂഫ് ഗ്ലാസ് റൂഫ് ഉണ്ട്, നമുക്ക് എല്ലാം കാണാം. വെയിലടിക്കുന്ന പ്രശ്നങ്ങളില്ല. കർട്ടൻ ഉണ്ട് വേണമെങ്കിൽ, കർട്ടനല്ല ഷെയ്ഡ് ഉണ്ട് വേണമെങ്കിൽ. കൂടാതെ സീറ്റ് ബെൽറ്റ് 3 ഉണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിരിക്കാവുന്ന ഒരു സീറ്റിന് ആ ഒരു മെറ്റീരിയൽ മോശമായി പോയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ റിക്ലൈൻ ആംഗിൾ കൊള്ളാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോൾ കേട്ടോ ഇങ്ങനെയായി, ഇത്രയായി. ഓക്കെ, നൈസാണ്.
ഇവിടെ AC വരുന്നുണ്ട്. ആ ഒരു കൺട്രോൾസും അല്ലെങ്കിൽ ആ ലൈനിങ് ഒക്കെ ബ്രോൺസ് ആണ്, ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ആ ഒരു സി പോർട്ടും കാണാനുള്ളതാണ്. സീറ്റിൻ്റെ ബാക്കിലെ മാപ്പ് പോക്കറ്റുകൾ കണ്ടു. കൂടാതെ സീറ്റിൻ്റെ ആ ഒരു സ്കൂപ്പിംഗ് നന്നായിട്ട് തോന്നി. അകത്ത് കയറുന്നതിന് മുന്നേ ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ കാണിക്കാം. ഒരു മേശയുടെ മുൾഭാഗം പോലെ 2 തട്ടുകളായിട്ട് നിൽക്കുന്ന ഈ ഡിസൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തോ ഇത്തിരി പ്ലെയിൻ ആയിട്ട് തോന്നി. ഇവിടെ ഒരു വലിയ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നല്ലത് കപ്പ് ഹോൾഡർ എന്ന് പറയാം. AC വെൻറ്റുകളുടെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കണക്റ്റഡ് ഡിസൈൻ പോലെ ആ വുഡൻ ഇൻസൈഡിന് താഴെ കൊടുത്ത ആ ഒരു ലൈൻ, അതായത് ബ്രോൺസ് ലൈനിൻ്റെ താഴെ കൊടുത്ത ആ ലൈനിങ് എല്ലാം കൊള്ളാം. ഇവിടെ AC വെൻറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊള്ളാം. ഈ AC വെൻറ്റുകൾ അണാൻ മുറിയാതെ പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ബ്രോൺസ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. താഴെ AC കൺട്രോൾസ് ഉണ്ട്. ഫിസിക്കലായിട്ട് പറയാൻ AC കൺട്രോൾസ് മാത്രമാണ് ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. എല്ലാം സ്ക്രീനിലാണ്, ബാക്കിയെല്ലാം അതിനകത്തേക്ക് വരാം. പിന്നെ ആംബിയൻ കളറിൻ്റെ ബഹളമുണ്ട്. ഇപ്പോൾ ചുവപ്പ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു സെൻറ്റർ കൺസോൾ നോക്കിയാൽ, ഈ സെൻറ്റർ കൺസോൾ എന്ന് പറയുന്നത് അയണിക് 5 കണ്ട പോലെ 2 തട്ടുകളുള്ള സെൻറ്റർ കൺസോളാണ്. താഴെ വലിയ സ്റ്റോറേജ് സ്പേസും മുകളിൽ ആ ഒരു ആംറസ്റ്റിൻ്റെ കൂടെ കപ്പ് ഹോൾഡറുകളും പിന്നെ ആ ഒരു വയർലെസ് ഇൻഡക്ഷൻ ചാർജിങ് പാഡും. ഈ ആംറസ്റ്റ് ഓപ്പൺ ചെയ്താലേ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ചാർജിങ് പോർട്ടുകളുടെ വൈവിധ്യമുണ്ട്. ഇതങ്ങ് ഊരെടുത്താൽ അത്യാവശ്യം വലിയ സ്പേസ് ആയി. പക്ഷേ ഇതവിടെ കൊണ്ടുപോയി ഇവിടെ തന്നെ വെക്കാം. ഇനി താഴത്തെ ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചാലേ നമുക്കതും കാണാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കാൻ ഷട്ടറുണ്ട്. കൂടാതെ സി പോർട്ടും ആ ഒരു എ പോർട്ടും കാണാം. AC കൺട്രോൾസിൻ്റെ ഈ ടോഗിൾ ബട്ടൺസ് കാണാൻ ഭംഗിയുണ്ട്. ഇത് യൂസ് ചെയ്യാനും ഈസിയാണ്. ഇവിടെ കുറേ ബട്ടൺസുകളുണ്ട്. ഇതെല്ലാം തന്നെ നല്ല നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡിലും ഉണ്ട് ആ ഒരു ബ്രോൺസിൻ്റെ അതിപ്രസരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിലെ, അത് ഫ്രണ്ടിലും കാണാം. ഈ സ്പീക്കർ ഡിസൈൻ കൊള്ളാം. ഈ ഫേക്ക് ആണെങ്കിൽ ഈ വുഡൻ ഇൻസൈഡ് നല്ലതാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഡോറിലുണ്ട്. പിന്നെ MG എന്ന് എഴുതിയിട്ടുള്ള സിൽ പ്ലേറ്റുകൾ, കൂടാതെ ഇവിടെ കൊടുത്ത ഈ ഒരു ഡിസൈൻ വണ്ടി കുറച്ച് റഫ് ആൻഡ് ടഫ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഡിസൈൻ. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാനുവലാണ്. ഈ സൈഡിൽ, ആ സൈഡിൽ ഇലക്ട്രിക് ആണ്. ദർ ഈസ് നോ കീ ഹോൾ ഇൻ ഡ്രൈവർ സൈഡ്. വൈ ഐ ഡോണ്ട് നോ. അപ്പോൾ ഒറ്റ കീ ഹോളേ ഉള്ളൂ. അത് പാസഞ്ചർ സൈഡിലാണ്. അത് കൊള്ളാം. ഇനി മിറർ നിൽക്കുന്നതും കൂടാതെ ചെറിയ ആ ഒരു കോട്ടർ ഗ്ലാസും കാണാം കേട്ടോ. ഇവിടെ ആ ഒരു ബോട്ടിൽ കപ്പ് ഹോൾഡർ എന്ന് പറയുന്നത് വലതുവശത്തും കാണാം. ഇതാണ് ഡീഫോഗറിൻ്റെ ആ ഒരു വിൻഡോ എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കൺട്രോൾസ് ഉണ്ട്. ഈ കൺട്രോൾസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് നൈസ് ആട്ടോ. പിന്നെ ഇവിടെ ആ ഒരു പെഡലുകളുടെ ആ ഒരു കാര്യം കാണാം. നെറ്റ് പെഡലും ഉണ്ട്. ഈ സ്വിച്ചുകൾക്കും അവർ ആ ഒരു ബ്രോൺസ് കളർ കൊടുത്ത് നന്നായി തോന്നി. ലോക്ക് അൺലോക്ക് കൂടാതെ പവറിൻ്റെ സ്വിച്ചുകളാണ്. എല്ലാ സ്വിച്ചുകൾക്കും ആ ഒരു ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കാണാം. കൂടാതെ കൊമറ്റിൽ കണ്ട പോലെ എമർജൻസി കട്ട് ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. MG വിൻസറിനെ ഇന്ത്യയുടെ ടെസ്ല എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ വണ്ടിക്കകത്ത് സ്ക്രീനിനകത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു സ്വിച്ച് ഓൺ ഫംഗ്ഷൻ വരുന്നകത്ത ലോ ബീം, പൊസിഷൻ ബീം ഓഫ്, ലെവൽ 3, ലെവൽ 2, ലെവൽ 1, ഫോഗ് ലാമ്പ് എല്ലാം. പിന്നെ AC കാര്യം മാത്രം കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. നമ്മൾ AC കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺസിലുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റിന് വേണ്ടി മാത്രം നമ്മളത് പുള്ളപ്പ് ചെയ്യണം. അങ്ങനെ പുള്ളപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുക ഇതൊരു സിമ്പിൾ ബട്ടൺ മതിയായിരുന്നു. ഇവിടെ കൺട്രോൾ സെൻറ്റർ ഉണ്ട്. കൺട്രോൾ സെൻറ്ററിലാണ് സൺഷെയ്ഡ് അടക്കം എല്ലാം ഓൺ ചെയ്യുന്നതും ബ്രൈറ്റ്നസ് കൂടുന്നതെല്ലാം. ഇവിടെ കുറേ അധികം ഷോർട്ട് കട്ട് ഉണ്ട്. AC, ഓട്ടോ ഹോൾഡ്, വൈഫൈ, ബ്ലൂടൂത്ത്, ഐക്കാൾ, വിൻഡോ ലോക്ക് എല്ലാം കാണാം. പിന്നെ മ്യൂസിക്കിൽ ജിയോ 7 പോലുള്ള കാര്യങ്ങളുണ്ട്. ഡ്രൈവ് മോഡുകൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഫേവറേറ്റ് ബട്ടണാണ്. 360 ഡിഗ്രി ക്യാമറ, അത്യാവശ്യം നല്ല ക്യാമറയാണ്. 3D ക്യാമറ എന്ന് പറയുന്നത് നല്ല ക്യാമറയാണ്. വണ്ടിയുടെ കളർ ബ്ലാക്ക് ആണെങ്കിലും ഇതിനകത്ത് കളർ വൈറ്റ് ആണെങ്കിലും കാര്യമില്ല, നല്ല നീറ്റായിട്ടുള്ള ക്യാമറ എന്ന് പറയാം. ഇനി ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു വിഡ്ജറ്റുകൾ കാണാം. ഈ ഒരു തീമിന് ബ്രോൺസ് കളർ കൊടുത്തത് ഈ ഒരു വണ്ടിയുടെ കളർ തീമായിട്ട് നല്ല യോജിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ആ ഒരു ടെമ്പറേച്ചർ കൂട്ടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എയർ വോളിയം, ഫാൻ എല്ലാം അവിടെ ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ തന്നെ ആ ഒരു വിഡ്ജറ്റിൽ പറ്റും. ക്യാബിൻ മോഡ്സ് എന്ന് പറയുന്നത് ക്വൈറ്റ് മോഡാണെങ്കിലും മാല മോഡാണെങ്കിലും എല്ലാം കാണാം. എല്ലാ കാറുകളും കാണുന്ന ഫീച്ചേഴ്സിൻ്റെ കുറച്ചും കൂടി കൂടിയ കാര്യമെന്ന് പറയാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, തീം സ്റ്റോർ ഉണ്ട്, MG ആപ്പ് സ്റ്റോർ ഉണ്ട്. സെറ്റിംഗ്സിൽ പോകുമ്പോൾ നമുക്കിവിടെ ജനറൽ എന്നോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എന്നോ അല്ലെങ്കിൽ സൗണ്ട് എന്നോ അക്കൗണ്ട് എന്നോ വാൾപേപ്പർ എന്നോ അങ്ങനെ പലവിധമായ സെറ്റിംഗ്സ് കാണാം. സിസ്റ്റം, MG എല്ലാം കാണാം. ഇവിടെ നമുക്ക് ആ ഒരു പ്രൈവസി പോളിസി പോലുള്ള കാര്യങ്ങളുണ്ട്. വലിയ ആ ഒരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് വണ്ടിക്കകത്തുണ്ട്. കാരണം ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. 256 കളർ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ റെഡും അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടമുള്ള കളർ നമുക്ക് ആക്കാൻ പറ്റും. നൈസാണത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്ക്രീൻ എന്ന് ലളിതമായിട്ട് പറയാം. ഇപ്പോൾ സെറ്റിങ്സിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റ് മോഡ്, ആംബിയൻ ലൈറ്റിൻ്റെ മോഡാണ്. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു സൺഷെയ്ഡ് ഫുള്ളി ഓപ്പൺ, ഫുള്ളി ക്ലോസ്, റിയർ സൈഡ് മിറർ അഡ്ജസ്റ്റ്, കൂടാതെ സൈഡ് മിറർ ഓട്ടോ ഫോൾഡ്, അൺഫോൾഡ്, ക്ലോസ് വിൻഡോ, വെൻ ഡോർ ലോക്ക്ഡ്, എല്ലാ വിൻഡോയ്ക്കും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഓട്ടോ വൈപ്പറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അപ്രോച്ച് അൺലോക്ക് ഉണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് ഈക്കോ പ്ലസ് സ്പോർട്സ്. എനർജി റിക്കവറി എന്ന് പറയുന്നത് ലൈറ്റ്, നോർമൽ, ഹെവി, ദാറ്റ് മീൻസ് റീജൻ ആണ്. ഓട്ടോ ഹോൾഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, കംഫർട്ട് പാർക്കിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഇനി EVയുടെ ഈ ഒരു മോഡൽ നമുക്ക് ഇലക്ട്രിക് കാറാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇലക്ട്രിക് കാറിൻ്റെ ആയിട്ടുള്ള ചാർജും 60% അതിൻ്റെ 331 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 100%ലാണ്. അപ്പോൾ നമ്മൾ 60% ആയപ്പോൾ 192 കിലോമീറ്റർ ഞാൻ സ്പോർട്സ് മോഡിലാണ് ഓടിച്ചത്. ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. അപ്പോൾ നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു വലിയ
സ്ക്രീനാണിത്. ഇടയ്ക്ക് ഓണായി വരാൻ എടുത്ത് സമയമെടുത്തു എന്നുള്ളതാണ് ആകെ കണ്ട ഒരു പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമൊക്കെ കാണാം, ഇത്രയും കാര്യങ്ങൾ കാണാം. പക്ഷേ ഇന്ത്യൻ സ്പെക്ക് വിൻസറിൽ അഡാസ് ഫങ്ഷണാലിറ്റീസ് ഇല്ല. ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ഒരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യം. വേണമെങ്കിൽ ഒരു കൗതുകമായിട്ട് പറയാൻ, കാരണം MGക്ക് എല്ലാ മോഡലിലും ഈ ഒരു അഡാസ് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. എന്തുകൊണ്ടോ അവർ ഈ വണ്ടിക്ക് അത് കൊടുത്തില്ല. ഈ ക്ലസ്റ്ററിനകത്ത് നമുക്ക് ആ ഒരു TPMS പോലുള്ള ഡിജിറ്റൽ സ്പീഡോമീറ്റർ പോലുള്ള കാര്യങ്ങൾ കാണാം. ഈ MG ആസ്റ്ററിൻ്റെ സ്റ്റിയറിംഗ് വീല് ഫ്ലാറ്റ് ബോട്ടാണ്. ഈ ഫ്ലാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ കാലിൽ തട്ടാതിരിക്കാൻ യൂസ്ഫുൾ ആണ്. പക്ഷേ എനിക്കെന്തോ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇഷ്ടമില്ല. ഇവിടെ മീഡിയ അല്ലെങ്കിൽ സോഴ്സ് അല്ലെങ്കിൽ വോളിയം കൺട്രോൾസ് ആണ്. ഈ ഒരു കൺട്രോൾസ് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനകത്തേക്ക് വരാം. MGയുടെ ലോഗോ അല്ലെങ്കിൽ ഒരു ചുറ്റും കൊടുത്തതെല്ലാം ആ ഒരു ബ്രോൺസ് കളറിലാണെന്ന് കാണാം. ഈ സ്ക്രീൻ കണ്ടോ, നീറ്റായിട്ടുള്ള ഒരു സ്ക്രീൻ ഇൻ്റഗ്രേഷൻ ആണ്. കൂടാതെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈൻ ഓവറോൾ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഓർമ്മയിൽ വോളിയം കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഞെക്കും. അപ്പോൾ എന്തുണ്ടാവും, ഇവിടെ ആ ഒരു മെസ്സേജ് കാണാം. ഇപ്പോൾ കറണ്ട് സ്റ്റിയറിംഗ് വീൽ ലെഫ്റ്റ് റിയർ വ്യൂ മിറർ കൺട്രോൾ മോഡിലാണ്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിയർ വ്യൂ മിറർ റൈറ്റ് കൺട്രോൾ മോഡ്. പിന്നെയും പ്രസ് ചെയ്താൽ എയർ കണ്ടീഷനിങ് മോഡ്. നമുക്ക് AC വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സംഗതി യൂസ് ചെയ്യാം. ഇത് മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേ ലെഫ്റ്റ് റൈറ്റും ഓക്കെ. ഇത് എനിക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ആവും, ഇത് എനിക്ക് ക്രൂസ് കൺട്രോൾ ഓഫ് ആവും. ഇവിടെ വേണം നമ്മൾ ടോപ്പും ഡൗണും ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നി. ഓക്കെ, ശീലമായിക്കോളും. പിന്നെ ഇവിടെ ആ ഒരു മ്യൂട്ട്, വോളിയം, ആ ഒരു നെക്സ്റ്റ് പ്രീവിയസ് ട്രാക്ക്, പിന്നാകം പോലുള്ള ആ ഒരു ബട്ടൺ, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്, പിന്നെ ഈ ഒരു പാർക്കും. വലതുവശത്ത് വൈപ്പറിന് കൺട്രോൾസ് ഉണ്ട്. ഈ വൈപ്പറിൻ്റെ കൺട്രോൾസിൽ ഓട്ടോ വൈപ്പേഴ്സ് കാണാം. കൂടാതെ വൈപ്പറിനും മിസ്റ്റും എല്ലാം കാണുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യാം. ക്ലീനായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. സ്പ്രേ ആണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ഗുണമുണ്ട്, ഹെഡ് ലാമ്പ്സ് എല്ലാം ഈ ഒരു സ്ക്രീനിലാണെങ്കിലും ഡിപ്പർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ലിവർ തന്നെ ചെയ്യാന്നുള്ളതാണ്. ടിങ് ടിങ് ടിങ്. വണ്ടി അഡ്വാൻസ് ആയി എന്ന് പറയുമ്പോൾ ചില വണ്ടികൾക്കെങ്കിലും കാര്യങ്ങളൊക്കെ സ്ക്രീനിലേക്കായി എന്നുള്ളതാണ്. MG വിൻസർ അതുപോലുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, ഇത് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നാണ് അടുത്ത് പറയേണ്ടത്. അത് നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ പറയാം. പക്ഷേ കുറേ അധികം ഹൈടെക് ആയിട്ടുള്ള സംവിധാനമൊക്കെ സ്ക്രീനിലാണെങ്കിലും കൊള്ളാൻ തോന്നുമെങ്കിലും കുറച്ച് ബട്ടൺസ് നമുക്ക് ഫിസിക്കലായിട്ട് വേണമെന്ന് തോന്നും. ഫോർ എക്സാമ്പിൾ മിറർ കൺട്രോൾസ്, അതുപോലെ ഹെഡ് ലാമ്പ്സ്, അതുപോലെ വൈപ്പർ, അതുപോലെ വെന്റിലേറ്റർ സീറ്റ്, ഇതൊക്കെ ഒറ്റ പ്രസ്സിൽ ആക്സ് ചെയ്താൽ നല്ലതാണ് എന്നുള്ളതാണ്. അത് വിൻസറിലില്ല. 6 എയർ ബാഗുകളുണ്ട്. കൂടാതെ എല്ലാവിധ സേഫ്റ്റി സംവിധാനങ്ങളുണ്ട്. ESC പോലുള്ള ആ ഒരു 4 വീൽ ഡിസ്ക് ബ്രേക്ക് പോലുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് തീർത്തും വലുതാട്ടോ. നമുക്ക് അങ്ങോട്ട് കൈ എത്തില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. അതി കൈ എത്തിക്കാൻ പാടാണ്. വലിയ ഡാഷ്ബോർഡാണ്. മൊത്തത്തിൽ വലിയ സൈസാണ് ഈ വണ്ടി. ഈ ഒരു മിറർ കണ്ടോ, ഈ മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഡിമ്മിങ് ഉള്ള മിററാണ്. സൺവൈസറിൽ 2 വൈസറിലും മിറർ ഉണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്. കോസ്റ്റ് കട്ടിങ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ലൈറ്റും ഉണ്ട്, മിററും ഉണ്ട്, മിററും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഇവിടെ ഒരു ഡമ്മി കൊടുത്തിട്ടുണ്ട്. ഈ ഡമ്മിയിൽ അവർക്ക് ആ സൺഷെയ്ഡിൻ്റെ ബട്ടൺ കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈറ്റ് LED ആണ് കേട്ടോ. MG മോട്ടോഴ്സിൻ്റെ വിൻസർ ഓടിക്കുകയാണ്. വിൻസർ ഓടിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും വിൻസറിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ഒന്ന് രൂപമാണ്. രൂപത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചുറ്റി നടന്ന് കാണിച്ചു. ഒരുത്തിരി 90 ആണ്, ഫിയറ്റ് മൾട്ടിപ്ലൈ പോലെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഇത് ഒരു പുതുമയുള്ള രൂപമാണ്. ഇതുപോലുള്ള വണ്ടി റോഡിലധികം കാണില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നിൽ വൈപ്പറിലാണത് കംപ്ലൈൻ്റ് ആണ്. എനിക്ക് അത് കാര്യമായിട്ട് വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ സ്ക്രീനിലാണ് എല്ലാം കൂടി സ്ക്രീനിനകത്തേക്ക് കുത്തി നിറച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ പുതിയ ജെൻസിക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് സ്ക്രീനാണ് കുറച്ചും കൂടി എളുപ്പം. പക്ഷേ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ആണ്. ഫിസിക്കൽ ബട്ടൺസ് വേണ്ടതായിരുന്നു തോന്നി. ഓക്കെ, AC-ക്ക് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. കൂടാതെ സ്റ്റിയറിംഗ് മൾട്ടിപ്പിൾ കൺട്രോൾസ് ഉണ്ട്. വർക്ക്സ്. 331 കിലോമീറ്ററാണ് ഒരു വണ്ടിക്ക് പറയുന്ന റേഞ്ച്. ഒറ്റ ചാർജിൽ 38 kWh ബാറ്ററിയാണത്. കൂടാതെ 138 PS പവറുണ്ട്, 200 Nm ഓഫ് ടോർക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവബിളാണ്. സ്പോർട്ട് മോഡിൽ ഫ്ലാറ്റ് ഔട്ട് 156 കിലോമീറ്റർ, 0 to 100 അണ്ടർ 10 സെക്കൻഡ്സ്. ഓക്കെ, നല്ല ആ ഒരു സ്പെസിഫിക്കേഷനാണ് വിൻസറിന്. നല്ല സ്പേസും ഉണ്ട്. 2700 mm വീൽ ബേസിനകത്ത് അവർ ആ ഒരു സീറ്റുകൾ കുത്തി നിറച്ചേക്കുന്ന ശരിക്കും പറഞ്ഞാൽ വിസ്തരിച്ചിട്ടാണ്. നന്നായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഈ ഒരു സീറ്റിൻ്റെ അപ്പോൾസറി അല്ലെങ്കിൽ ആ ഒരു സീറ്റിൻ്റെ ലെതറത്തെ ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ലോവർ വേരിയൻറ്റുകളിൽ ഫാബ്രിക് ആയിരിക്കും, അത് നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നല്ല റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണത്. മോശം റോഡിലൂടെ അധികമൊന്നും ഓടിച്ചില്ലെങ്കിലും പാലത്തിൻ്റെ ജോയിൻറ്റുകൾ ഓടിച്ചപ്പോഴും അല്ലെങ്കിൽ ചെറിയ ചെറിയ മോശം റോഡ് പോയപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തോന്നി. ഒരു ഇത്തിരി സ്റ്റിഫ്നെസ് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, സ്വാഭാവികം, ബാറ്ററിയാണ്, താഴെയാണ് ബാറ്ററി, വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്രോപ്പർ EV ആണല്ലോ, അതായത് EV ആർക്കിടെക്ചറാണ്, ഇലക്ട്രിക് കാറാണ്, പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ ഒരു വിൻസറിനുണ്ട്. ഇന്ത്യൻ വിൻസറിൽ ആ ഒരു അഡാസ് ലെവൽ കണ്ടില്ല. അഡാസ് ലെവലല്ല, അഡാസേ കണ്ടില്ല. ലെവൽ 2 ഇല്ല. പകരം ക്രൂയിസ് കൺട്രോൾ ഉണ്ടെന്ന് പറയാം.
സ്റ്റിയറിംഗ് വീല് അത്യാവശ്യം ഡയറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന 100 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊള്ളാം. ടിൽറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പൊസിഷനിൽ ഇതാക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ടിൽറ്റും ഉണ്ട് റീച്ചും ഉണ്ട് എന്നുള്ളതാണ് ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഗിയർ പൊസിഷൻ അല്ലെങ്കിൽ ഗിയർ സെലക്ടർ എന്ന് പറയുന്നത് മെഴ്സീഡീസ് ബെൻസിൻ്റെ കണ്ട പോലെ ലിവറാണ്. അത് റൈറ്റിലാണ്, അത് ലെഫ്റ്റിലാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. ആ ഒരു ലിവറിൻ്റെ ഒരു ആക്ഷനൊക്കെ കൊള്ളാം. സ്റ്റിൽ ഫോക്സ് വാഗൺ ഓടിക്കുന്ന ആളുകൾ ഇൻഡിക്കേറ്ററാണ് നേരത്തെ റിവേഴ്സ് ശ്രമിക്കേണ്ട, റിവേഴ്സ് വീഴുന്നില്ല. ഫെയിൽ സേഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, റൈറ്റിൽ വൈപ്പേഴ്സ് കൺട്രോൾസ് ഉണ്ട്. ഹെഡ്ലൈറ്റ് കൺട്രോളൊക്കെ തന്നെ സ്ക്രീനിലാണെങ്കിലും ഇതിൻ്റെ ഡിപ്പറും അല്ലെങ്കിൽ കാര്യങ്ങളും ഒരു സ്റ്റാക്കിലാണ്. നല്ല കാര്യമാണ്. ഹാൻഡിലിംഗ് കൊള്ളാം, റൈഡ് കൊള്ളാം, പവർ ഉണ്ട്. റേഞ്ച് കുറച്ച് കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും വിസ്തരിച്ചിരുന്ന് യാത്രയാവുന്ന വണ്ടിക്ക് 330 കിലോമീറ്റർ തീരെ കുറവാണ്. എന്നാലും കാര്യങ്ങൾ നടക്കുന്ന ഒരു മികച്ച ഇലക്ട്രിക് കാറെന്ന് ഈ ഒരു MG വിൻസറിനെ പറയാം. പ്രത്യേകിച്ചും MGയുടെ ബാറ്ററി എന്ന് പറയുന്നത് പറഞ്ഞ റേഞ്ച് സാധാരണ കിട്ടാറുണ്ട്. ഇനിയാണ് എലിഫന്റ് ഇൻ ദ റൂം, BAAS, ബാറ്ററി ആസ് എ സർവീസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ലോഞ്ചിൽ കണ്ട കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫിനാൻസിങ് സ്കീമാണത്. 3.5 രൂപ എന്ന് പറയുന്നത് പെർ കിലോമീറ്റർ. അതറിയാനായിട്ട് ഇവർ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ പിന്നിലൊരു ചെറിയ ഡിവൈസ് വെച്ചിട്ടുണ്ട്. ആ ഡിവൈസ് ഫിനാൻസിങ് കമ്പനിയായിട്ട് സിങ്കാണ്. കിലോമീറ്റർ ഫിനാൻസിങ് കമ്പനിക്ക് കിട്ടും. അത് നോക്കിയിട്ടാണ് അവർ നമ്മുടെ ആ ഒരു ചാർജ് നിഷ്കർഷിക്കുന്നത് അല്ലെങ്കിൽ ചാർജ് പറയുന്നത്. ആ കാശാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു കിലോമീറ്റർ പെർ രൂപയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അതല്ല 1500 കിലോമീറ്റർ ഉള്ളൊരു പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏറെക്കുറെ 5500 രൂപയോളം EMI പെർ മന്ത് വരും. 1500 എന്നത് കുറച്ച് കൂടുതലാവാന്ന് പറയുന്നുണ്ട്. ഒരു ക്യാപ്പൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്നാലും 1500 കിലോമീറ്റർ ഓടിക്കാനായിട്ട് വിത്ത് ബാറ്ററി ചാർജ് എന്ന് പറയുന്നത് 6500 രൂപയാണ് ചാർജിങ് അടക്കം. 1 വർഷം ചാർജിങ് ഫ്രീ ആണ് പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകളിൽ. കൂടാതെ അൺലിമിറ്റഡ് വാറണ്ടി ഉണ്ട്. അത് BAS-ഉമായിട്ട് കണക്റ്റഡ് അല്ല. അത് ആ ഒരു BAS കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്ത് ബാറ്ററി നമ്മുടെ സ്വന്തമാക്കിയാലും സിംഗിൾ ഓണർക്ക്, ഫസ്റ്റ് ഓണർക്ക് ആ ഒരു വാറണ്ടി ഉണ്ട് എന്നുള്ള പറയണത്. പിന്നെ ഇത്രയും കോംപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വിത്ത് ബാറ്ററി പ്രൈസ് നമുക്ക് വണ്ടി കിട്ടും. ആ ഒരു വേരിയൻറ്റുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ളൂ. മൊത്തത്തിൽ 3 വേരിയൻ്റാണ് MG വിൻസറിനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 9.99 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങാൻ, ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഔട്ട്റേറ്റ് ആ ഒരു പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള കാശ് ബാറ്ററിക്ക് ഫിനാൻസിങ് ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാം. അങ്ങനെ ഫിനാൻസിങ് ആയിട്ട് വണ്ടി എടുത്ത് ലോൺ അടച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ബാറ്ററി ഊരിക്കൊണ്ട് പോകും. അങ്ങനെയല്ല, വണ്ടിയുമായിട്ട് തന്നെയാണ് കണക്ഷൻ. വണ്ടിക്കാണ് ആ ഒരു ലയബിലിറ്റി. അപ്പോൾ ലോൺ അടച്ചില്ലെങ്കിൽ വരും വരായകളൊക്കെ വണ്ടിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. BAS വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് വണ്ടി വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന കാര്യമെന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ വണ്ടിക്കും ബാറ്ററിക്കും കൂടി ഫിനാൻസ് ഇടാം, അതല്ലെങ്കിൽ ബാറ്ററിക്ക് മാത്രം ഫിനാൻസ് ഇടാം. ക്രോസ് ഫിനാൻസിങ് പറ്റൂല. ഓക്കെ, ശരിയാണല്ലോ. നമുക്ക് ആ ഒരു ലോൺ എടുത്തിട്ട് ടാക്സി ആക്കി ഓടിക്കാനോ തോന്നുന്നുണ്ടോ? വേണ്ട. കാരണം ഫ്ലീറ്റിന് ഈ വണ്ടി അവർ ഈ ഒരു സ്കീമിലൂടെ കൊടുക്കില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ്. അപ്പോൾ BAS മനസ്സിലായി കാണുന്ന കരുതാണ്. വളരെ ലളിതമാണ്, ഒന്നുമില്ല. നമുക്ക് ബാറ്ററി വേണമെങ്കിൽ റെൻറ്റിന് എടുക്കുന്ന പോലെ 3.5 രൂപ പെർ കിലോമീറ്റർ കൊടുത്തിട്ട് 5 വർഷം കൊണ്ടോ 7 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ആ ബാറ്ററി നമ്മുടെ സ്വന്തമാക്കാം എന്നുള്ളേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ബാറ്ററിക്ക് ഒരു ഫിക്സഡ് പ്രൈസ് എന്തായാലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉയർന്നിരുന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ കൈ ഈ ഒരു ബോർഡർ ലൈനിൽ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം വളരെ ഗുണമാണ്. ഒരു വലിയ SUV ഓടിക്കുന്ന ഫീൽഡ് CUV എന്ന ഒരു കാര്യമായിട്ട് പറയുന്നതാണ്. നൈസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ വണ്ടിക്കകത്തുള്ളത്. നല്ല സീറ്റുകളാണ്. അതായത് സൈസും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ആ ഒരു പുറത്ത് കുത്തുന്ന അപ്പോഴ്സിൻ്റെ കാര്യം മാറ്റി നിർത്തിയിട്ടാണ് പറയണത്. ലെഗ് സ്പേസ് ഉണ്ട്, തൈ സപ്പോർട്ട് ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്. എല്ലാം കൊള്ളാം. ആ ഒരു പിന്നിലെ സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിൾ കൊള്ളാം. എല്ലാം കൊള്ളാം. ഡാഷ്ബോർഡിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കൈ അടിച്ച് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ ഒന്ന് തുടക്കണമെങ്കിൽ ഒരിത്തിരി കഷ്ടപ്പെടും. ഓൾമോസ്റ്റ് സൈബർ ട്രക്ക് പോലെ എന്നൊക്കെ പറയാം. സൈബർ ട്രക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഈ ഒരു സെൻസറുകളെ ബേസ് ചെയ്തിട്ടുള്ള വൈപ്പറും അല്ലെങ്കിൽ ആ ഒരു ഓട്ടോ ഹെഡ് ലാംപ്സും എല്ലാ കാര്യങ്ങളും കൊള്ളാം. മിററുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു കാര്യത്തിൽ കൊള്ളാം. ഓടിക്കുമ്പോൾ നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. എനിക്ക് സ്പോർട്സ് മോഡിൽ കുന്തളിപ്പ് കാണിച്ച് ഓടിച്ചിട്ടും ഇപ്പോഴും 116 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായിട്ട് ഓടിക്കുന്നുണ്ട് വണ്ടി. അങ്ങനെ ഓടിക്കുമ്പോൾ റേഞ്ച് ടക്കേന്ന് പോയി സ്പോർട്സ് മോഡിലായോണ്ടേ. പക്ഷെ എന്നാലും ഒരു രസം കൊണ്ട് ഓടിക്കാനുള്ളത് നല്ല കാര്യമാണ്. അതെനിക്ക് വളരെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് MG വിൻസറിൻ്റെ ലളിതമായിട്ടുള്ള കാര്യം. കാല് കൊടുത്ത് ഓടിക്കാൻ രസമുള്ള, ഇൻഫിനിറ്റിയുടെ 8 സ്പീക്കർ സിസ്റ്റമുള്ള, 6 എയർ ബാഗുകളുള്ള, അങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് തീർത്തും മികച്ച ഒരു ഇലക്ട്രിക് കാർ എന്നായിട്ടാണ് ഈ വണ്ടി കാണേണ്ടത്. കുറഞ്ഞ റേഞ്ച് മതി, സിറ്റി യൂസിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് ലോങ് ഡ്രൈവ് പോകാൻ ടെംപ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ബോഡി എന്ന് പറയുന്നതും ടുഗദറാണ്. നമ്മൾ ബാറ്ററി സെപ്പറേറ്റ് വാങ്ങി ഫിറ്റ് ചെയ്യല്ല. അങ്ങനെ തോന്നണ്ട. ബാറ്ററി വേറെ, വണ്ടി വേറെ ഒന്നുമില്ല. വണ്ടിക്ക് കൂടെ തന്നെയാണ് ബാറ്ററി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് വിൻസർ കൊള്ളാം. എനിക്ക് 999 എന്നുള്ള ആ ഒരു പ്രൈസ് എടുത്ത് കളയാൻ തോന്നുന്നുണ്ട് മൈൻഡിൽ നിന്ന്. നമ്മളൊരു ഫിക്സഡ് പ്രൈസുള്ള വണ്ടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ കാണുമ്പോഴും 20 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു 16-17 ലക്ഷം രൂപയ്ക്കൊക്കെ ഓൺ റോഡ് പ്രൈസായിട്ട് ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്.
ഈ വണ്ടി എന്ന് പറയുന്നത് മികച്ച ഒരു കാര്യമാണ്. ഈ ഒരു 90s വിദേശത്തുള്ള രൂപം ഇപ്പോൾ ഇന്ത്യയിൽ വന്ന രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ എക്സ്പ്രസ് വേ കിട്ടുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ? ചുമ്മാ കുന്തളിപ്പ് കാണിച്ചാൽ ഓടിക്കാം. കാല് കൊടുത്തിട്ടേ ഫ്ലാറ്റ് ഔട്ട് 156 ഓൾമോസ്റ്റ് ഓൾ ദ ടൈം. നൈസ്. റേഞ്ച് ആൻസൈറ്റി ഇല്ല, ഒന്നുമില്ല. കാരണം ഈ വണ്ടിക്ക് അത് 100% ചാർജ് നടന്നു. ഇപ്പോൾ അത് 35 ആയി. എന്തായാലും അടുത്ത വീണ്ടും വരാം. നന്ദി.